ഹാർലിയുടെ ഈ ഷോറൂമിൽ പുതിയ വണ്ടികളുണ്ട്, പഴയ വണ്ടികളുണ്ട്. ഈ ബൈക്ക് 1940-ലെ ബൈക്കാണത്. വണ്ടി വിൽപ്പന കഴിഞ്ഞാൽ അവർ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റും. അതെ, ഇരുന്നിട്ട് എങ്ങനെയുണ്ട് ഷിജോ? ഇരിപ്പ് സുഖം? അടിപൊളിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇരിക്കാനുള്ള യോഗമുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ലാസ് വേഗസിലെ ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കുകളുടെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വിവിധ തരത്തിലുള്ള ബൈക്കുകൾ ഇതിനകത്ത് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹാർലിയുടെ ഈ ഷോറൂമിൽ പുതിയ വണ്ടികളുണ്ട്, പഴയ വണ്ടികളുണ്ട്. ഇപ്പോൾ ഈ വണ്ടി 2020 മോഡലാണ്. 2020 മോഡല് $44,000 ഇതിൻ്റെ വില. $44,000 എന്ന് പറയുമ്പോൾ 28, ഏകദേശം ഒരു 32 ലക്ഷം രൂപ വില വരും. പക്ഷേ പുതിയതല്ല കേട്ടോ, 2020 മോഡലാണ്. ഇതാവുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവ് പറയുന്നുണ്ട്. ഇതൊരു 22,000, 2015 മോഡലാണ് ഈ വണ്ടി. 2015 മോഡല് $22,000 ഇതിൻ്റെ റേറ്റ് വന്നത്. ഈ വണ്ടിക്കൊക്കെ കുറച്ചും കൂടി റേറ്റ് കുറവാണ്. ഒരു 17,000, 20,000 ആ റേഞ്ചൊക്കെ വന്നതാണ്. ഇതും ഈ പറയുന്ന 2015 മോഡലൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഈ വണ്ടിയാണ് ഈ വണ്ടി. $17,500 2015 മോഡലുണ്ടത്. ഇത് ട്രയലിന് വേണ്ടിയിട്ടാണ് വണ്ടിയാണ്. നമുക്കിത് ഓടിച്ചു നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 2015 മോഡൽ തന്നെ. $16,000 ഇതിൻ്റെ റേറ്റ്. ഈ ബൈക്ക് 1940-ലെ ബൈക്കാണത്. ഇത് 2015 മോഡലാണ്. FX SB എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് $20,000 ഇതിൻ്റെ റേറ്റ് ഇട്ടേണവർ. ഇതും ആ മോഡൽ തന്നെയാണ്, FX SB മോഡൽ തന്നെയാണ്. ഇത് $22,345. 2016 മോഡലാണ് ഈ വണ്ടി. വണ്ടി വിൽപ്പന കഴിഞ്ഞാൽ അവർ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റും. ഇതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയ വണ്ടികളാണ് ഇതെല്ലാം. ഹാർലിയുടെ അതായത് ഒരു ബൈക്കിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതായത് ബ്രാൻഡഡ്, ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ജാക്കറ്റുകൾ, ബനിയനുകൾ, ഹെൽമെറ്റുകൾ, ബാഗുകൾ, അതുപോലെ തന്നെ ട്രാവലിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും. ഇതൊക്കെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഷർട്ടാണ്. ഇതിൻ്റെ ഉള്ളു കണ്ടോ? ഇതൊക്കെ എങ്ങനെയുള്ള തണുപ്പത്തും ഇടാവുന്ന രീതിയിലുള്ള ഷർട്ടാണത്. ജീൻസുകളുണ്ട്, ഹെൽമെറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഷൂ തൊട്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇതെല്ലാം ബ്രാൻഡഡാണ്, ഹാർലി ഡേവിഡ്സൻ്റെ. പക്ഷേ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. മീൻസ് നമ്മുടെ ഒരു 3,500 രൂപ വരെയൊക്കെ വരും ഈ ഷർട്ടിന്. ഇത് ഹാർലി ഡേവിഡ്സൻ്റെ തന്നെ ബാഗ്. ഇത് $30 ഉള്ളൂ.
നമ്മൾ 2250 രൂപ. Yeah, can you? Yeah, so right here we're looking at a 2022 FLHTK. This is an Electric Glide Ultra Limited. This is brand new, right? Brand new from 2022. What's nice about this color in particular is that this color actually was produced quite some time ago, but they've brought it back. It is called Gunship Gray. Same story as the Road Glide that we just took a peek at over there just a minute ago. You're going to have a nice 114 Milwaukee 8 motor that was introduced in 2017, opposed to a twin cam motor that was produced in 1998. So you're going to get a little bit more power out of this, being that it is a single cam over 2 cams. Also get a little bit more displacement. With a Limited in particular, you're going to get this nice tour pack right here. So this tour pack is going to allow you to put anything that you need in there if you're going shopping, if you have helmets, if you're going on vacation and you need to put some clothes in there, laptop if you go to work, briefcase, anything that you might need, insurance cards, whatever it is that you really need to put in there that you see fit. Also comes equipped with a luggage rack, and Harley Davidson actually makes bags that are designed for these luggage racks in particular that we sell at our parts department. This bag design is slightly different. This one isn't going to have the stretched bag on the Ultra Limited. The reason is because when you don't have a stretched bag like this, you actually get a little bit more ground clearance, okay? And then you also get this nice engine guard, okay? So this engine guard is going to protect the bike. If it drops on its side, you're not going to completely smush it down. Got your communication system right here, so you can plug that in, talk to your riders if you have any questions, or if you have any conversations that you want to have with the person behind you. It makes it very seamless. Same thing goes along with this infotainment system. It's the most updated infotainment system Harley has to offer. This infotainment system is going to allow you to find restaurants, hotels, rides, directions to anywhere you want to go, points of interest, emergency services, anything along those lines that you might find that you need. It is equipped with cruise control, traction control. It's got all your necessary safety components. This right here will get you from point A to point B very nicely. You'll enjoy it. People usually take these Limiteds out for really long rides. They'll drive thousands of miles just to kind of get a view of, you know, the whole United States when it comes down to it. A lot of people take these out for big trips versus on those that we looked at earlier. People will take those on big trips, but because this has a little bit more storage, a little bit more cushion for the wife, this is a very popular option for How much new is and experienced riders. Final price? So this bike right here is actually priced at $35,684. And it depends on where your taxes are in what state. So we go based off of that. Usually when we see these bikes leave, they're about anywhere from, you know, $35,000 to $40,000 depending on, you know, what you got done to it. So. Okay. Different tax, right? Yep, different taxes. So it just kind of depends on where you live, if you're going to work any parts into your financing. How much is Las Vegas? Las Vegas, I believe, is 8.75, something along those lines. So I usually just do slightly less than 10%. Makes it really easy for the customer. So, you know, on a bike like this, 10% would be roughly $3,500 on top of the price. Just figure a little bit less than that.
Can you explain this bike? Oh, this bike was actually made by the card's right there. She's a professional motorcycle racer, and the guy that works with her is her fabricator. So they do their own bikes, they make their own bikes, that kind of thing. So they made this one to put on display. From what I understand, it's supposed to be up at Raiders Stadium, but until they get the display done and everything, they're just keeping it here. This now working or? I mean, it does work, it does run. When you put a bike on display like this, you drain the gas, you remove the battery. That way there's no fire damage or anything like that. Oh, yeah, I know. But it does actually run. So, like if you look at the rear tire, you can see that someone did a burnout with it. Yeah. Also, can you tell something about the rental things? So the rentals pretty much, the only requirements that we have for the rentals are you have to have a valid motorcycle endorsement on your license, to be over 21 and have a credit card. Other than that, our rentals are for 24 hours, and you can do them one day, you can do them 14 days. It's up to you how long you want to go. I have multiple different models that you can play with. So I have the Heritage Softails, the Road Kings, Street Glides, Road Glides, and then our full touring models like the Road Glide Ultras, the Electric Glide Ultras, and then our Street Glide Grand Tourings, and then our Road Glide Grand Tourings as well. How much is rental price? It depends on the bike. So, like if you get a Heritage Softail with the full insurance and everything like that, it's just over $300 a day. It's like $305 and some change. That's our cheapest one. Some of the other ones, like the Street Glides and Road Glides, they're a little bit more expensive, and then our full touring models are a little bit more than that. Okay. But even then, it's like anywhere between $300 and like $350 per day, sort of. So, yeah. Thank you. No problem. ഈ ഹാർലി ഡേവിഡ്സൺ എന്ന കമ്പനി എന്ന ബൈക്ക് എല്ലാ റൈഡേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ്. അത് ഏത് രാജ്യത്ത് ചെന്നെന്ന് പറഞ്ഞാലും ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു വികാരമാണ് ബൈക്കേഴ്സിന്. ഇവിടെ ഇരിക്കുന്ന ഈ മോഡലുകളൊക്കെ കണ്ടിട്ട് ആക്ച്വലി നമ്മൾ ഞെട്ടിപ്പോവാണ്. ഇതിലെല്ലാം ഓരോ മോഡൽസും അതിൽ എഴുതി ഈ കമ്പനിയുടെ എല്ലാ ബ്രാൻഡും തോന്നുന്നില്ല, എല്ലാ ബ്രാൻഡും ഉണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ട്. ഇവൻ യൂസ്ഡ് ആയിട്ടുള്ളതുണ്ട്, പുതിയതായിട്ടുള്ളതുണ്ട്, റെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടില്ലേ? പുള്ളി പറഞ്ഞത് $300 തൊട്ട് മുകളിലേക്ക് ഒരു ദിവസം അവർ റെൻറ്റിന് തരും. അതിന് ലൈസൻസും ഇൻഷുറൻസും 21 വയസ്സിന് മുകളിലായിരിക്കണം, ലൈസൻസ് ഉണ്ടായിരിക്കണം, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ്. $350 വരെ ഒരു ദിവസത്തേക്കാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ അമേരിക്കയിൽ എങ്ങോട്ട് വേണേലും, നമ്മളിവിടുന്ന് ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ എവിടെ വേണേലും അവർ ഷിപ്പ് ചെയ്ത് തരും ആ ബൈക്ക്. അപ്പോൾ ഞങ്ങൾ ന്യൂയോർക്കിലായതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ന്യൂയോർക്കിലേക്ക് ഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിത് ഇവിടുന്ന് അങ്ങോട്ട് ഷിപ്പ് ചെയ്തു. ഗോപിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകണമെന്ന്. അല്ല, ഞാനിന്ന് ചിന്തിച്ചു, ഇവിടെ ഒരു ബൈക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മറിലെ ചെറിയ ചെറിയ ട്രിപ്പ്, നമ്മുടെ ഒരു സ്വപ്നമായിരുന്നല്ലോ എന്നും ബൈക്കുകൾ. ഞാൻ 18 വയസ്സ് തികയാൻ നോക്കിയിരുന്നു. 94-ൽ ഞാൻ എൻ്റെ ആദ്യത്തെ സുസുക്കി സമുറായി ബൈക്ക് മേടിക്കുന്നത്. അതൊരു വികാരമായിരുന്നു. ആ ബൈക്ക് എനിക്ക് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഇന്നും മറക്കാൻ പറ്റില്ല ആ ബൈക്കിൻ്റെ കാര്യം. അന്നും ഇന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബൈക്കുകളാണ് ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ബൈക്കുകൾ. ഈ ബൈക്കിൻ്റെ റേറ്റ് എത്രയാടാ? ഇതിൻ്റെ റേറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, എഴുതിയിട്ടില്ല, റേറ്റ് ഇട്ടിട്ടില്ല ആണല്ലേ? ഇല്ല. പക്ഷേ ഈ ഇപ്പുറത്ത് കാണുന്ന ഈ ബൈക്ക് രണ്ടും ഒരേ മോഡലുകളാണ്. ഇത് 2015 മെയ്ഡാണ്, യൂസ്ഡാണിത്. 2015 മോഡലാണ്. $22,790. അത് 75 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മണി. അത് ഏകദേശം ചിലപ്പോൾ ഒരു 17-18 ലക്ഷം രൂപയോളം വിലയുണ്ട് അതിന്. യൂസ്ഡ് 2015. ഇതെല്ലാം ഒരു 30,000 തൊട്ട്, ഇതൊക്കെ പഴയ വണ്ടികൾ. ഇതിന് $43,880 വില. ഏത് മോഡൽ? ഇത് 2020. ഇതൊക്കെ പ്രീ ഓൺഡാണ്, ആൾക്കാർ യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഏകദേശം 40 ലക്ഷം രൂപ താഴെ, ഒരു 38 ലക്ഷം രൂപ, ഒരു 38 ലക്ഷം രൂപയൊക്കെ വരും. നമ്മുടെ നാട്ടിലൊരു വീട് വെക്കുന്ന, നല്ലൊരു വീട് വെക്കുന്ന പൈസയാകും ഒരു ഹാർലി ഡേവിഡ്സിൻ്റെ ഓണർഷിപ്പ് കിട്ടുക എന്നുള്ളത്. ഒരു ഓണറാകുക എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലൊരു വീട് വെക്കുന്ന പൈസയാവും.
ഏതൊക്കെ തരം ഏതൊക്കെ മോഡലുകൾ ആണ് ഇവിടെ ഉള്ളത്. ഇത് കുറഞ്ഞതാണ്, $18,000. അത് നമ്മൾ പറഞ്ഞായിരുന്നു. $18,000, 2019. ഈ വണ്ടി 2014 മോഡലുണ്ടോ? ഇതിന് $31,560 ഇവർ വില ഇട്ടേണേ. ഇത് 2014 മോഡല്. അടിപൊളിയുണ്ടോ? നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള യോഗമുള്ളൂ. അതെ, ഇരുന്നിട്ട് എങ്ങനെയുണ്ട് ഷിജോ? ഇരിപ്പ് സുഖമൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇരിക്കാനുള്ള യോഗമുള്ളൂ. എന്തുകൊണ്ട് നമുക്കിതായാലും ഒരെണ്ണം എടുക്കാം, രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ഒരെണ്ണം മേടിക്കാം. ഞാനൊക്കെയാണ്. എന്നിട്ട് നമുക്കൊരു റോഡ് ട്രിപ്പ് ഇന്ത്യക്ക് പോയാലോ? അതെ. ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കും അതുപോലെ തന്നെ ഒരു റൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.